ലോകം ആകാംക്ഷയോടെയും ഭീതിയോടെയും കാത്തിരുന്ന ദിവസമാണ് ഇന്ന്. അതിഭീകരമായ രീതിയിലുള്ള ഒരു സൗരക്കാറ്റ് ഇന്ന് ആഞ്ഞു വീശുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്റർനെറ്റും മൊബൈൽ ബാങ്കിങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകരാറിലാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ലോകം ആശങ്കയോടെ കാത്തിരുന്ന പ്രകൃതി ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 14,300 വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സൗരക്കാറ്റുണ്ടായത്. ഫ്രാൻസിലെ ഒരു നദിയുടെ തീരത്ത് നിരവധി മരങ്ങൾ നിന്നിരുന്ന പാടുകൾ ഇപ്പോഴും കാണാം. അതുതന്നെയാണ് ഭൂമിയിൽ സൗരക്കാറ്റ് പതിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഞ്ഞു വീശിയ ആ സൗരക്കാറ്റ് വീണ്ടും വീശുമോ എന്ന പേടിയിലാണ് ലോകം. വിമാന സർവീസുകളും ഇന്റർനെറ്റും വൈദ്യുതിയും ഒക്കെ മുടങ്ങുന്ന ആ മഹാദുരന്തം സംഭവിച്ചേക്കുമെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെ ശാസ്ത്രജ്ഞരുടെ ഈ മുന്നറിയിപ്പിൽ ലോകം മുഴുവൻ പരിഭ്രാന്തിയിലായിരിക്കുകയാണ്. ഒരു സോളാർ കാറ്റ് ഭൂമിയിൽ പതിക്കുമ്പോൾ ആകെ കിട്ടുന്ന നല്ല കാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ആകാശ ദൃശ്യമാകുന്ന മനോഹരമായ പ്രകാശമായിരുന്നു. സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിക്കുന്നത്. സൂര്യനിൽ നിന്നും ശബ്ദാതി വേഗത്തിൽ കുതിച്ചുയരുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ്. സൂര്യനിൽ കറുത്ത പൊട്ടുപോലെ കാണപ്പെടുന്ന സൗരകളകങ്ങൾ എന്ന കാന്തിക മേഖലയാണ് സൗരോർജത്തെയും സൗരക്കാറ്റുകളെയും ഉണ്ടാക്കുന്നത്. സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് വഴി നമ്മുടെ സംരക്ഷിത ഓസോൺ പാളിയിലും കേടുപാടുകൾ സംഭവിച്ചേക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ സോളാർ കൊടുങ്കാറ്റ് ഭൂമിയിൽ ആഞ്ഞു വീശുന്നതിൽ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കും. വിവിധ ഭാഗങ്ങളിൽ വൈദ്യുത സംവിധാനങ്ങളെ ഇത് ബാധിക്കും. GPS സംവിധാനങ്ങളെയും ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെയും തകരാറിലാക്കാൻ കാരണമായേക്കാം. അമേരിക്കയിലെ 19 സംസ്ഥാനങ്ങളിൽ സൗരക്കാറ്റിന്റെ പ്രത്യാഘാതം ഉണ്ടായേക്കാം. റേഡിയോ ബന്ധങ്ങളെയും ഇത് ഗുരുതരമായി ബാധിച്ചേക്കും.